ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഇവിടെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനടുത്തുള്ള കുറച്ച് സ്പോട്ടുകളും കാണാനുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്തായിട്ട് വരുന്ന കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഫോർട്ട് കൊച്ചിയിലേക്ക് നമുക്ക് ബസ് മാർഗം എറണാകുളം സിറ്റിയിൽ നിന്ന് ബസ് മാർഗം വരാവുന്നതാണ്. അല്ലെങ്കിൽ വൈപ്പിൻ ഭാഗത്തു നിന്ന് റോറോ അല്ലെങ്കിൽ ബോട്ട് വഴിയും വരാവുന്നതാണ്. അങ്ങനെ വന്നിറങ്ങുമ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കുള്ള വാക്ക് വേയിലേക്ക് നടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന സ്ഥലമാണ് വാസ്കോ ഡ ഗാമ സ്ക്വയർ. ഈ വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് നടക്കുമ്പോൾ വലത് ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം ചീനവലകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ചീനവലകളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് നടക്കുമ്പോൾ ആദ്യം കാണുന്നത് നെഹ്റു ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കരിങ്കല്ലൊക്കെ പാകിയ നല്ലൊരു വഴിയാണ് വാസ്കോ ഡ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത്. അതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് ബീച്ചിലേക്കുള്ള വാക്ക് വേ വരുന്നത്. ആ വാക്ക് വേയിലൂടെ നടന്നു കഴിഞ്ഞാൽ അറ്റം ചെല്ലുന്നതാണ് ഫോർട്ട് കൊച്ചി ബീച്ച് വരുന്നത്. വാക്ക് വേയുടെയും വാസ്കോ ഡ ഗാമ സ്ക്വയറിൻ്റെയും ഇടതുഭാഗത്തായിട്ട് വരുന്നത് ചർച്ച് റോഡാണ്. ഈ ചർച്ച് റോഡിൻ്റെ ഭാഗത്തായിട്ടാണ് പഴയ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെ വരുന്നത്. ഓൾഡ് ഹാർബർ ഹോട്ടലൊക്കെ വരുന്നത് ഈ ചർച്ച് റോഡിൻ്റെ ഭാഗത്തായിട്ടാണ്. അതിന് പിന്നിലുള്ള ഒരു റോഡാണ് ടവർ റോഡ് എന്ന് പറയുന്നത്. അവിടെ ധാരാളം ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. ഈ ചർച്ച് റോഡിൻ്റെ ആ ഭാഗത്ത്, അതായത് ഓൾഡ് ഹാർബർ ഹോട്ടലിലൊക്കെ കഴിഞ്ഞ് ഒരു ഇടത് ഭാഗത്തേക്ക് കുറച്ചുകൂടി നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിനിമയിലൊക്കെ കണ്ട് പരിചിതമായിട്ടുള്ളൊരു വീട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ബിഗ് ബിയിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീടാണ്. വാസ്കോ ഹൗസ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. വാസ്കോ ഹൗസ് എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം വാസ്കോ ഡ ഗാമ 1524 മരിക്കുന്നത് വരെ ഇവിടെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ താമസിക്കുന്ന സ്ഥലമായിരുന്നു വാസ്കോ ഹൗസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 500-600 വർഷത്തിനിടയ്ക്ക് പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. ഈ വാസ്കോ ഹൗസിൻ്റെ മുന്നിലായിട്ട് കാണുന്ന ഒരു പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്. ഈ സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഇന്ന് കോമൺവെൽത്ത് രാജ്യങ്ങൾ, അതായത് ബ്രിട്ടൻ്റെ കോളനികളായിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ചർച്ചാണ് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച് എന്ന് പറയുന്നത്. 1503 ഇത് പണി കഴിപ്പിച്ചത്. ആദ്യം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പിന്നീട് ഡച്ചുകാരുടെ കീഴിലായി. അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാരും ഇത് നടത്തി പോന്നിരുന്നു. അതുകൂടാതെ ഈ ചർച്ചിന് ധാരാളം പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞത് വാസ്കോ ഡ ഗാമ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്തത് ഈ പള്ളിയിലാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജന്മനാടായി ലിസ്ബണിലേക്ക് കൊണ്ടുപോയെങ്കിലും ആദ്യം അടക്കം ചെയ്തത് ഈ പള്ളിയിലാണ്. അതിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗം ഈ പള്ളിയുടെ അകത്ത് തന്നെ വാസ്കോ ഡ ഗാമ തോമ്പ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഈ പള്ളിയിൽ ആദ്യം കാറ്റ് കൊള്ളാനായിട്ട്, അന്നത്തെ കാലത്ത് ഫാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ കാറ്റ് കൊള്ളാനായിട്ട് മനുഷ്യർ തന്നെ വലിച്ച് കാറ്റ് കൊള്ളിക്കുന്ന ഒരു പങ്ക പോലുള്ള, അതായത് ഒരു മരത്തടിയിൽ താഴേക്ക് തുണി കെട്ടിയിട്ട് അങ്ങനെയാണ് കാറ്റ് കൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. കാരണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഫാനുണ്ട്. അതിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. പഴമ അതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. പിന്നെ ഈ പള്ളിയുടെ സിമിത്തേരി വരുന്നത് കുറച്ച് അകലെയാണ് വരുന്നത്. അകലെയെന്ന് പറഞ്ഞാൽ കൂടുതൽ അകലെയൊന്നുമല്ല, ബീച്ചിനടുത്തായിട്ടാണ് വരുന്നത്. അത് നമുക്ക് വഴിയെ കാണാം. പള്ളിയുടെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം മുൻപ് വരെ, 2020 വരെ, കോവിഡ് വരുന്നതിന് മുമ്പ് വരെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ, അതായത് പപ്പാഞ്ഞിയെ കത്തിക്കലൊക്കെ നടന്നിരുന്നത്. കാരണം ഫോർട്ട് കൊച്ചി ബീച്ചിലായിരുന്നു ആദ്യം. ബീച്ച് കുറവായതുകൊണ്ട് ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് ഈ ഗ്രൗണ്ടിലാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റായിട്ട് ആണ് ഒരു വഴിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഡച്ച് സെമിത്തേരി റോഡ്.
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിൻ്റെ സെമിത്തേരി വരുന്നത് വേറൊരു ഭാഗത്തായിട്ടാണ്. ആ സെമിത്തേരിയിലേക്ക് പോകാനുള്ള വഴിയാണ് ഡച്ച് സെമിത്തേരി റോഡ് എന്ന് പറഞ്ഞൊരു റോഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഡച്ച് സെമിത്തേരി റോഡിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിനടുത്തായിട്ട് ഒരു ചെറിയൊരു പോർഷനിൽ നമുക്ക് സെമിത്തേരി കാണാൻ സാധിക്കുന്നു. അതിപ്പോൾ ഓപ്പൺ അല്ല, നമുക്ക് പുറത്തുനിന്നാണ് കാണാൻ പറ്റുന്നത്. പഴയ, അതായത് ഡച്ചുകാരുടെ നിർമ്മിതിയാണ് കാണാൻ പറ്റുന്നത്. അതായത് വേറൊരു ഷേപ്പിലൊക്കെയാണ്, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തുള്ള സെമിത്തേരിയിലെ കല്ലറകളൊന്നുമല്ല. അവരുടെ കല്ലറകളൊക്കെ ഒരു വേറെ വേറെ ഷേപ്പുകളിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഇസ്ര എന്ന് പറഞ്ഞൊരു മലയാളം മൂവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നതാണ്, അകത്തേക്ക് പ്രവേശനമില്ല. ആ സെമിത്തേരിയുടെ അടുത്തുകൂടി പോകുന്ന വഴി ചെന്ന് നിൽക്കുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ നമുക്ക് ധാരാളം പാർക്കിംഗ് അവൈലബിൾ ആണ്. ഈ ഭാഗത്തുള്ള പാർക്കിങ്ങിന് നമുക്ക് ഫീസൊന്നും ഈടാക്കുന്നില്ല. പക്ഷേ വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് വരുന്ന ആ ഭാഗത്ത്, അതായത് ബസ് ഇറങ്ങി നമ്മൾ വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് വരുന്ന ഭാഗത്ത് പേ ആൻഡ് പാർക്കാണ്. അപ്പോൾ പേ ആൻഡ് പാർക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ബീച്ചിൻ്റെ ഒരു വെള്ളത്തിലിറങ്ങി നമുക്ക് കുറച്ചൊക്കെ കളിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് ബീച്ചിൻ്റെ വാക്ക് വേയിലൂടെ തിരിച്ച് വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് ഇതിൻ്റെ വാക്ക് വേയിലൂടെ തന്നെ പോകാവുന്നതാണ്. അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ട്രിപ്പ് ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് തന്നെ കണ്ടു തീർക്കാം. അപ്പോൾ ആ വാക്ക് വേയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ നമുക്ക് കരയുടെ അപ്പുറത്തായിട്ട്, അതായത് വൈപ്പിൻ ദ്വീപ് കാണാം. വൈപ്പിൻ ദ്വീപിൽ LNG ടെർമിനൽ കാണാൻ പറ്റുന്നതാണ്. അതുകൂടാതെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ വാക്ക് വേയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് വലിയ വലിയ ഷിപ്പുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ ഷിപ്പുകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നതാണ് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ വാക്ക് വേയിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അതുകൂടാതെ ക്രൂയിസ് ഷിപ്പുകൾ വരുന്നുണ്ട്, കുറേ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്കുള്ള റോറോ സർവീസും ബോട്ട് സർവീസും എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. എറണാകുളം മറൈൻ ഡ്രൈവിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി വഴി കടലിലേക്ക് ധാരാളം ടൂർ സർവീസൊക്കെ നടത്തുന്നുണ്ട് ബോട്ടുകൾ. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കപ്പലുകൾ പണിതിരുന്ന ഒരു ഡ്രൈ ഡോക്കിന് ഉപയോഗിച്ചിരുന്ന ആവിയന്ത്രങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഒരു പഴയ കപ്പലിൻ്റെ ആങ്കർ നങ്കൂരമിട്ടിരുന്ന ഭാഗങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നു ചെല്ലുന്ന ആ ഭാഗത്താണ് ഈ ഫോർട്ട് കൊച്ചി എന്ന സ്ഥലത്തിന് എങ്ങനെ ഈ പേര് വന്നു, അതായത് എന്നതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നത്. ഫോർട്ട് കൊച്ചി എന്ന പേര് വന്നതെന്ന് പറഞ്ഞാൽ, പണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ ഒരു ഫോർട്ട്, അതായത് കോട്ട പണിതിരുന്നു, ഫോർട്ട് ഇമ്മാനുവൽ. അങ്ങനെ കോട്ടയുള്ള കൊച്ചി, ഫോർട്ട് കൊച്ചി, അങ്ങനെയാണ് ഫോർട്ട് കൊച്ചി എന്ന പേര് വന്നത്. ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു പഴയൊരു പീരങ്കിയും അതിനോട് ചേർന്നുള്ള ഒരു മതിലും മാത്രമേ ഇപ്പോൾ ബാക്കിയായിട്ടുള്ളൂ. ഫോർട്ട് ഇമ്മാനുവലിൻ്റെ ഭാഗമായിട്ടുള്ള പീരങ്കിയാണ് ഇതെന്ന് പറഞ്ഞ് താഴെ നമുക്കൊരു നോട്ടും കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ പേര് വന്നത്. അതിപ്പോൾ പലർക്കും ഇവിടെ വരുന്ന പലരും ശ്രദ്ധിക്കാറ് പോലുമില്ല ആ ഒരു ചെറിയൊരു പീരങ്കി വെച്ചിരിക്കുന്നത്. അതിന് താഴെകൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പോലും വായിച്ച് നോക്കാറില്ല. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കുറേ വഴിയോര കച്ചവടക്കാരെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ വാക്ക് വേ എൻഡിലേക്ക്, അതായത് വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ നമ്മൾ ആദ്യം നടത്തം സ്റ്റാർട്ട് ചെയ്ത ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതാണ്. അങ്ങനെ വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ എത്തിച്ചേർന്നതിന് ശേഷം നമുക്ക് ഫോർട്ട് കൊച്ചി ഒരു ചെറിയൊരു റൗണ്ടിലൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു തീർക്കാവുന്നതാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഈ കുറച്ച് കാഴ്ചകൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതുകൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.